വീഡിയോ ഫോട്ടോ അല്ല. ഇങ്ങോട്ടാ പോന്നേ? ഇന്ന് മാർച്ച് 27 എമ്പുരാൻ റിലീസായ ദിവസം. അപ്പം ഞങ്ങളിപ്പോൾ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ ഫിലിമിന് പോകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് സ്നാക്ക് കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്തു. പക്ഷെ നോമ്പായതുകൊണ്ട് നമുക്ക് പബ്ലിക്കായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കില്ല. അതുകൊണ്ട് തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 1-2 സ്നാക്ക് വാങ്ങി കഴിക്കുകയാണ്. അനുവേട്ടൻ ഓൾറെഡി ലഞ്ച് കഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സ്നാക്സ് കഴിച്ചിട്ട് ഞങ്ങളെ 2 ഫ്രണ്ട്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിയേറ്ററിലേക്കാണ് പോകുന്നത്. നൈറ്റിലേക്ക് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തിയേറ്ററിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് തവണ ഇവിടെ ഫിലിം കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത്. ലൂസിഫർ 2 ഇറങ്ങുമ്പം തന്നെ കാണാൻ പോകണമെന്ന് അനുവേട്ടൻ കുറേ മാസങ്ങൾക്ക് മുമ്പേ പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഫിലിം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും ഷോപ്പെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നോമ്പ് തുറക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. പിന്നെ പുറത്ത് ലാലേട്ടൻ്റെ വലിയൊരു കട്ടൗട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. പോപ്കോണൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കണ്ടെന്ന് തീരുമാനിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ചായ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒന്നും കഴിക്കാതിരിക്കുന്നത് എനിക്കിന്ന് സുഹൂറ് കഴിക്കണം. നോമ്പ് കഴിയാനായതുകൊണ്ട് തന്നെ ഈ വീക്കും കൂടിയേ സുഹൂറ് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് സുഹൂറ് കഴിക്കാൻ പോയാലോ എന്ന് അനുവേട്ടൻ്റെ അടുത്ത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് 11 മണിയാകുമ്പോഴാണ് സുഹൂറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോകാമെന്ന് അനുവേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. പക്ഷെ റൂമിലെത്തി കുറച്ച് നേരം ഞങ്ങൾ ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അനുവേട്ടൻ പറഞ്ഞു ജോർദാനോയിൽ എന്തൊക്കെയോ ഓഫറുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ അനുവേട്ടനൊന്ന് ഫ്രഷായി ഞങ്ങൾ നേരെ ജോർദാനോയിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തവാർ മാളിലുള്ള ജോർദാനോയിലേക്കാണ് ഞങ്ങൾ പോയത്. ഞാനെടുക്കുന്ന സെൽഫി വീഡിയോസിലെല്ലാം ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ജോർദാനോയിലേക്ക് എത്തി. ഓഫർ ഉണ്ടെങ്കിലും ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ അനുവേട്ടൻ ഇവിടുന്ന് 2 ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. എന്തോ സീസൺ അനുസരിച്ച് വരുന്നതാണ് അതൊക്കെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ സെൻട്രൽ പോയിന്റിലേക്ക് പോയി. എനിക്ക് വേണ്ടിയിട്ട് 1-2 ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ അധികം ട്രയൽ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വീക്ക് ഈദ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സുഹൂറ് കഴിക്കാൻ വേണ്ടിയിട്ട് MRAയിലേക്കാണ് പോയത്. MRAയിലെ മീൽസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ച് എന്നെ അനുവേട്ടൻ റൂമിലാക്കിയിട്ട് അനുവേട്ടൻ നേരെ അനുവേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയി.